ബിഗ് ബോസ് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണിത്. ഒരു കൂട്ടം ആളുകളെ ഒരു വീട്ടിൽ അടച്ചിട്ട് അവരുടെ സന്തോഷവും സങ്കടവും വഴക്കുകളും ദിവസവും നമ്മൾ കണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇതിന് പിന്നിൽ ഒരു ഇരുണ്ട വശമുണ്ട്, നമ്മുടെ മനഃശാസ്ത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട ഒരു വശം. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒളിഞ്ഞു നോട്ടം, മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള നമ്മുടെ എല്ലാം ഉള്ളിലെ ഒരു അടിസ്ഥാനപരമായ താല്പര്യം, വോയറിസ്റ്റിക് ടെൻഡൻസി. പിന്നെ രണ്ടാമതായി, മറ്റൊരാളുടെ വീഴ്ചയിലുള്ള സന്തോഷം. ഒരാളുടെ കഷ്ടപ്പാടോ വീഴ്ചയോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കുറ്റബോധം നിറഞ്ഞ ആനന്ദം, ഷോർട്ട് ആൻഡ് ഫ്ലൂയിഡിസ്റ്റിക് ടെൻഡൻസി. ബിഗ് ബോസ് എന്ന പരിപാടി ഈ രണ്ട് കാര്യങ്ങളും വളരെ നന്നായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു സിനിമയിലെ പോലെ മുൻകൂട്ടി നിശ്ചയിച്ച കഥയല്ല ഇവിടെയുള്ളത്. നമ്മുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ നമുക്ക് തിരഞ്ഞെടുക്കാം, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ടി വാദിക്കാം. അങ്ങനെ വെറും ഒരു പരിപാടി എന്നതിലുപരി അതൊരു വ്യക്തിപരമായ ബന്ധമായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും ഇരുണ്ട വശം എന്താണെന്നറിയാം? ബിഗ് ബോസിന്റെ യഥാർത്ഥ ആശയം വന്നത് ജോർജ് ഓർവെലിന്റെ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന സങ്കല്പത്തിൽ നിന്നും പിന്നെ വളരെ വിവാദമായ ചില മനഃശാസ്ത്ര പരീക്ഷണങ്ങളിൽ നിന്നുമാണ്. സ്റ്റാൻഫോർഡ് പ്രിസം എക്സ്പെരിമെന്റ് പോലെയുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചത് സാധാരണക്കാരെ ഗാർഡുമാരും തടവുകാരുമാക്കി മാറ്റുമ്പോൾ അധികാരം കിട്ടിയവർ എത്രത്തോളം ക്രൂരന്മാരാകാം എന്നാണ്. ബിഗ് ബോസ് എന്നത് ആ പരീക്ഷണങ്ങളുടെ ആധുനികമായ ഒരു TV പതിപ്പാണ്. ഒരു നിയന്ത്രിത സാഹചര്യത്തിൽ അധികാരം, സമ്മർദ്ദം എന്നിവ ഉപയോഗിച്ച് മനുഷ്യരെ എങ്ങനെ മാറ്റാമെന്നും അവരെങ്ങനെ പെരുമാറുമെന്നും നമ്മൾക്ക് തത്സമയം കാണാൻ കഴിയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: തുടർച്ചയായി ഈ നാടകങ്ങളും വഴക്കുകളും കാണുന്നത് നമ്മളെ മാനസികമായി തളർത്തുന്നുണ്ടോ? നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ബിഗ് ബോസ് വെറും ഒരു കളിയാണോ, അതോ അതിനപ്പുറം വലിയ എന്തെങ്കിലുമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തും.